Hello my dears, welcome back to Learn and Grow. Today we are going to discuss class 7 Hindi unit 5 chapter 10 ഹാത്തിയോം കി രഹ് ഗുസർ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. ഓക്കെ, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് കമൻറ്റ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ആനകളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് അല്ലേ. ഇപ്പോൾ നമ്മുടെ ലേഖകൻ ഇതിൻ്റെ ആദ്യത്തെ പോർഷനിൽ എന്താ പറയുന്നത്, ആനയുടെ ഒരു വീഡിയോ വൈറലായ കാര്യമാണ് പറയുന്നത് അല്ലേ. ആനയും അതിൻ്റെ കുട്ടികളും റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആനയും 2 കുട്ടികളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ചെറിയ കുട്ടിക്ക് ആ ഡിവൈഡർ മുറിച്ച് കിടക്കാൻ സാധിച്ചില്ല. അപ്പോൾ തൻ്റെ കുട്ടിയാനയെ രക്ഷിക്കുന്ന പിടിയാനയെ ആണ് നമുക്കെന്താണ് വളരെ സ്നേഹത്തോടെ രക്ഷിക്കുന്ന അത് ആളുകൾ ആ 2 സൈഡിൽ നിന്നും ആൾക്കാരൊക്കെ അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ വൈറലായ ഒരിതാണ് നമ്മൾ ആദ്യത്തെ പോർഷനിൽ പഠിച്ചത് അല്ലേ. രണ്ടാമത്തെ ആനകളെക്കുറിച്ചുള്ള മറ്റൊരു സ്റ്റോറിയും ലേഖകൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആനകൾ ഒരു ആനക്കൂട്ടം അല്ലേ, ഒരു ആനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവരുമായ ഒരുപാട് ആനക്കൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മുൻപിൽ നയിച്ചുകൊണ്ട് വലിയൊരു ബഡാ ഹാത്തി ആനയും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി നോക്കാം. ലേക്കിൻ സബ്സെ ജ്യാദ ഗൗർ തलब ദ സർദാർ കാ കും की अगुवाई का दंग. लेकिन പക്ഷേ സബ്സെ ജ്യാദ ഗൗർ തലബ് ദ സർദാർ കാ കും की अगुवाई का दंग. ഓക്കെ, പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, സർദാർ. ഈ സർദാർ എന്ന് വെച്ചാൽ ബഡേ ഹാത്തി. ഓക്കെ, ഈ ആനക്കൂട്ടത്തിൻ്റെ നേതാവ്, അതിനെ നയിക്കുന്ന ആൾ. കാ കുംബേക്ക് അഗ്വായി കാ ദംഗ്. കുംബ എന്ന് വെച്ചാൽ അതിൻ്റെ കുടുംബം. ഓക്കെ, ഈ സർദാർ, ഈ ബഡേ ഹാത്തി അതിൻ്റെ കുടുംബത്തെ നയിക്കുന്ന രീതി, അഗ്വായി കാ ദംഗ്, അത് ആ നയിക്കുന്ന രീതി അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സർദാർ ആന, ബഡേ ഹാത്തി, ആ കുംബെ, ആ കുലത്തെ അഗ്വായി കാ ദംഗ് നയിച്ച ഒരു രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹാത്തിയോങ്ക चुड़क जहाँ का तहाम गड़ा रहा और सरदार सदे कदमों से तीनों तरफ देखते हुए धीरे धीरे सड़क तक आया. അപ്പോൾ ആനക്കൂട്ടം ഹാത്തിയോ കാ ചുട് ജഹാം കാ താഹാം ഗഡാ രഹ. ആനക്കൂട്ടം എവിടെയായിരുന്നു അവിടെ തന്നെ നിശ്ചലമായി നിന്നു. ഓക്കെ, ഓർ സർദാർ സദേ കദമോം സേ തീനോ തരഫ് ദേഖ്താ ഹുവ. ഓർ സർദാർ സദേ കദമോം സേ, സദേ സർദാർ ഈ വലിയ ആന, സദേ കദമോം സേ സ്ഥിരമായ ചുവടുകളോടെ, തീനോ തരഫ് ദേഖ്ത 3 ഭാഗവും നോക്കി, ധീരെ ധീരെ സടക് തർ ആയ മെല്ലെ മെല്ലെ റോഡിൻ്റെ അടുത്ത് വന്നു. സടക് തക് ആയ. സടക് പൗഞ്ച് കർ ഉസ്നെ ചൗദി തരഫ് യാനി പീച്ച് കെ മുഡ്കർ ബി ദേഖ. ഓക്കെ, അപ്പോൾ സടക്കിലെത്തിയപ്പോൾ അദ്ദേഹം 4 ഭാഗവും നോക്കി, തിരിഞ്ഞു നോക്കി. ഓക്കെ, പീച്ചെ മുഡ്കർ, അദ്ദേഹം പിറകിലേക്കും നോക്കി. വഹ് ഷാഹിദ് പൂരി തസല്ലി കർ ലേന ചാഹതാ താ കി ഉസ്കെ ഉൻകെ കുംബെ പർ കോയി ഖതറ നഹീ ഹേ. എന്തിനായിരിക്കാം ഈ ആന ഇങ്ങനെ 4 ഭാഗവും ഇങ്ങനെ ചുറ്റി നോക്കുന്നത്? എന്തിനായിരിക്കും? യാതൊരു അപകട സൂചനവും ഇല്ല എന്ന് അറിയാനാണ് അല്ലേ. അപ്പം നോക്കിയേ, വഹ് ഷായദ് പൂരി തസല്ലി കർ ലേന ചാത്താതെ. അപ്പോൾ ആനയ്ക്ക് പൂർണ്ണമായൊരു വിശ്വാസം. വഹ് ഷായദ്, അപ്പോൾ ഈ ബഡേ ഹാത്തി ചിലപ്പോൾ പൂരി തസല്ലി കർ ലേന ചാത്താത, പൂർണ്ണമായൊരു സംതൃപ്തി വേണമായിരുന്നു. എന്താണ്? താ കി ഉൻകെ കുംബെ പർ കോയി ഖതറ നഹീ ഹെ. തൻ്റെ കുടുംബത്തിന് യാതൊരു ഖതറ, അപകടവും ഇല്ല എന്ന് ഒരു പൂർണ്ണമായ സംതൃപ്തി വേണമായിരുന്നു അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ തിരിഞ്ഞും 4 ഭാഗവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സർദാർ ഹാത്തി ബീച്ച് സടക് പർ 2-3 മിനിറ്റ് ഗഡാ രഹ. ഓക്കെ, എന്നിട്ട് സർദാർ ഹാത്തി എന്ത് ചെയ്തു? ആ സടക് പർ, ആ റോഡിൽ 2-3 മിനിറ്റ് ഖടാ രഹ, 2-3 മിനിറ്റ് നിന്നു. ഫിർ ചാരോ തരഫ് ഏക് ഖോൽ ചക്കർ ലഗായ. ഫിർ ചാരോ തരഫ്, പിന്നെ 4 ഭാഗവും ഏക് ഗോൽ ചക്കർ ലഗായ,
ഒരു വട്ടം ചുറ്റി. ഓക്കെ. ഇസ്കേ ബാദ് സഡക് പാർ കർ ഗംഗാ നദി കി തരഫ് വാലെ ജംഗിൾ കി ഓർ ചലാ ഗയ. അപ്പം ഇസ്കേ ബാദ് ഇതിന് ശേഷം സഡക് പാർ കർ സഡക്ക് വഴി മുറിച്ച് കടന്ന്, റോഡ് മുറിച്ച് കടന്ന്, ഗംഗാ നദി കി തരഫ് ഗംഗാ നദിയുടെ ഭാഗത്തേക്ക്, ജംഗിൾ കി ഓർ ചല ആ ഒരു വനത്തിലേക്ക് പോയി. കരീബ് 50 മീറ്റർ ആകെ ജാക്കർ വഹ് രുക് ഗയ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 50 മീറ്റർ അകലെ എത്തിയപ്പോൾ അത് വീണ്ടും നിന്നു. ഉസ്നെ ഫിർ സേ മുഡ് ഖർ ദേഖ. ഓക്കെ, എന്നിട്ട് എന്തായി? തിരിഞ്ഞു നോക്കി. പീച്ചെ മുഡ് ഖർ ദേഖ. ചാരോ തരഫ് ദേഖ് പൂരി തസല്ലി കി. എന്നിട്ട് 4 ഭാഗവും നോക്കി വീണ്ടും പൂർണ്ണ സംതൃപ്തനായി. എന്താണ്? തങ്ങൾക്ക് യാതൊരു അപകടവുമില്ല അല്ലേ, തങ്ങളുടെ കുടുംബത്തിന് യാതൊരു അപകട സൂചനയും ഇല്ല എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. ഫിർ വാപ്പസ് മുഡ് ഖർ അപ്പനെ കുംബെ കി തരഫ് ചല. ഓക്കെ, പിന്നെ തിരിഞ്ഞ് എന്തായി? തൻ്റെ കുടുംബം എവിടെയാണോ അവിടത്തേക്ക് മറിഞ്ഞു. ഒരു കൂട്ടം ആനകൾ നിന്നിട്ടുണ്ടായിരുന്നില്ല, അവരവിടെ തന്നെയാണുള്ളത് അല്ലേ. ഓക്കെ, പിന്നെ ബീച്ച് സഡക് പർ ടഹർ കർ ഉസ്നെ ഫിർ ചാരോം തരഫ് ദേഖ. പിന്നെ എന്ത് ചെയ്തു? വീണ്ടും തിരിഞ്ഞ് റോഡിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു പ്രാവശ്യം നിന്നിട്ട് ഫിർ ചാരോം തരഫ് ദേഖ, വീണ്ടും 4 ഭാഗവും നോക്കി. ഓർ അപ്പനെ കുംബെ കെ പാസ് ആയ, പിന്നെ അവരുടെ കുലത്തിൻ്റെ അടുത്ത് എത്തി. കുംഭ ധീരജ് സെ അപ്പനെ സർദാർ കാ ഇന്തസാർ കർത്താ ഗഡാദ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കുടുംബം എന്താണ്? ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. അപ്പനെ സർദാർ കാ ഇന്തസാർ കർത്താ ഗഡാദ. ഇന്തസാർ പ്രതീക്ഷിച്ചുകൊണ്ട്, ഈ സർദാർ ആനയെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. സർദാർ നെ ഉൻസെ ക്യാ കഹ യഹ് തോ ഹം നഹി ജാൻത. അപ്പോൾ സർദാർ ആന അവരോട് പോയിട്ട് എന്തോ പറഞ്ഞു. അപ്പോൾ പറയാണ്, സർദാറിനെ ഉൻസെ ക്യാ കഹ. സർദാർ ആന സർദാറിനെ ഉൻസെ ക്യാ കഹ. സർദാർ ആ കുലത്തോട് എന്താ പറഞ്ഞ്? യഹ് തോ ഹം നെയ് ജാൻത. എന്താ പറഞ്ഞെന്ന് നമ്മൾക്കറിയില്ല അല്ലേ. ലേക്കിൻ ഹംനെ ദേഖാ കി സർദാർ ഹാത്തി ആകെ ആകെ ഓർ ഉസ്കാ ഖുംബ പീച്ചെ പീച്ചെ ഗംഗാ കി തരഫ് ബഡ. പക്ഷേ നമുക്ക് അതിനുശേഷം എന്താണ് കണ്ടത്? ലേക്കിൻ ഹംനെ ദേഖ, പിന്നെ കണ്ടു. എന്താണ് ഞങ്ങൾ കണ്ടത്? കി സർദാർ ഹാത്തി ആകെ, ഈ സർദാർ ഹാത്തി മുമ്പിലും, ഓർ ഉസ്കാ കുംബ അദ്ദേഹത്തിൻ്റെ കുടുംബം, പീച്ചെ പീച്ചെ പിറകിലുമായിട്ട്, ഗംഗാ കി തരഫ് ബഡ ഗംഗാ നദിയുടെ തീരത്തേക്ക് പോയി. സഡക് പർ സർദാർ ഹാത്തി ഏക്ക് ബാർ ഫിർ സഡക് പർ സർദാർ ഹാത്തി. അപ്പോൾ ആ റോഡിൻ്റെ അവിടെയായിട്ട് സർദാർ ഹാത്തി ഏക് ബാർ ഫിർ ഗഡ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിന്നു. ചാരോ തരഫ് ദേഖ, 4 ഭാഗവും നോക്കി. ഓർ ഗംഗാ കി തരഫ് ഖദം ബഡാ ദിയ, പിന്നെ ഗംഗാ നദിയുടെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഖദം ബഡ കാൽ ചുവട് വെച്ചു. പീച്ചെ പീച്ചെ ഉസ്കാ പൂരാ കുംഭ പാനി പീനെ കിയെ ലിയെ ജംഗൾ മേ ചലാ ഗിയ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പീച്ചെ പീച്ചെ പിന്നാലെ ആയിട്ട് ഉസ്കാ പൂരാ കുംഭ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവും പാനി പീനെ കെ ലിയെ വെള്ളം കുടിക്കാനായിട്ട് ജംഗൾ മേ ചലാ ഗയ ആ ഒരു ഗംഗാ നദിയുടെ ആ ഒരു സൈഡിലോട്ടായിട്ട് ചലാഗയ പോയി. എൻ്റെ കുടുംബം മുഴുവനും വെള്ളം കുടിക്കാനായിട്ട് ഈ കാട്ടിലേക്ക് പോയി അല്ലേ. ജംഗൽ മെൻ ചലാഗയ അല്ലേ. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഒരു ബഡാ ഹാത്തി, സർദാർ ആന ഈ കുലത്തെ നയിച്ച രീതി അല്ലേ. സർദാർ ആന ഈ കുലത്തെ നയിച്ച രീതിയെ കുറിച്ചാണ് നമ്മുടെ ലേഖകൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയാണ്, मैंने इससे पहले इतनी संजीदगी और धीरज के साथ अपना फ़र्ज निभाते किसी को नहीं देखा था, किसी इंसान को भी नहीं. ഓക്കെ, അപ്പോൾ ഇവിടെ ലേഖക് പറയാണ്, മേനെ ഇസ്സെ പെഹലെ, ഞാൻ ഇതിനു മുമ്പ്, ഇത്തിനി സഞ്ജീദ്ഗി ഓർ ധീരജ് കെ സാത്ത്. ഇത്തിനി സഞ്ജീദ്ഗി എന്ന് വെച്ചാൽ ഗൗരവത്തോടെയും, ഇത്രയും ഗൗരവത്തോടെയും, ഓർ ധീരജ് കെ ധൈര്യത്തോടെയും, സാത്ത് അപ്പനെ ഫർജ് നിഭാത്തെ തൻ്റെ
ഫർജ് എന്ന് വെച്ചാൽ കടമ. ഓക്കെ, കടമ നിർവഹിക്കുന്ന കിസി കോ നഹി ദേഖ, ഒരാളെയും കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് ഇത്ര ഗൗരവത്തോടെയും ധൈര്യത്തോടെയും തൻ്റെ കടമ നിർവഹിക്കുന്ന ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കിസി ഇൻസാൻ കോ ബി നഹി, കിസി ഇൻസാൻ ഒരു മനുഷ്യനെ പോലും, കോബി നെഹി നെഹി ദേക്ക ഒരു മനുഷ്യനെ പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം മനുഷ്യനാണല്ലോ ഏറ്റവും ധൈര്യമുള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഒരു മനുഷ്യനെ പോലും തൻ്റെ കുടുംബത്തെ ഇത്ര മാത്രം സൂക്ഷ്മതയോടെ നയിക്കുന്ന ഒരു മനുഷ്യനെ പോലെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇവിടെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി സഹി വാക്യ ചുൻകർ ലിഖോ. സഹി ശരിയായ വാക്യം ചുൻകർ തിരഞ്ഞെടുത്ത്, ലിഖോ എഴുതുക, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റോറിയിലുള്ള കുറച്ച് വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് എഴുതണം. ഓക്കെ, യുവക് നെ ഹാത്തിയോം കാ വീഡിയോ ബനായ. യുവാവ് ഹാത്തിയോം ആനകളുടെ വീഡിയോ ബനായ. സഹി ഓർ ഗലത്? സഹി അല്ലേ, ശരിയാണ്. हाथिनी और छोटे बच्चे ने आसानी से डिवाइडर पार किया. ഹാത്തിനി പിടിയാനയും ഓർ ഉസ്കെ ചോട്ടെ ബച്ച അതിൻ്റെ കുഞ്ഞുങ്ങളും ആസാനീസ് എളുപ്പത്തിൽ ഡിവൈഡർ പാർ കിയ അത് മുറിച്ചു കടന്നു. എളുപ്പത്തിൽ മുറിച്ചു കടന്നോ? ഇല്ല അല്ലേ. അപ്പോൾ ചെറിയ കുട്ടിക്ക് ഡിവൈഡർ മുറിച്ച് കടക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഗലത്, ഇത് തെറ്റാണ്. തേർഡ് വൺ നോക്കാം. ബച്ചോം കി സുരക്ഷാ കെ ലിയേ ഹാത്തിയോം നെ ചൂട്ട് ബനായ. കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് ഹാത്തിയോം നെ ചൂട്ട് ബനായ, ആന ഒരു സർക്കിൾ വലയം സൃഷ്ടിച്ചത്. ശരിയാണ് അല്ലേ, കുട്ടികളെ സംരക്ഷിക്കാനാണ്. സർദാർ ഹാത്തിനെ അപ്പനെ കുംബെ കോ സുരക്ഷിത് രഖ. സർദാർ ഹാത്തി തൻ്റെ കുടുംബത്തെ സുരക്ഷിതമായി വെച്ചു. ശരിയാണല്ലേ. യെസ്. കുംഭ പാനി പീനെ കെ ലിയെ ചലാ ഗയ. കുടുംബം പാനി പീനെ കെ ലിയെ വെള്ളം കുടിക്കാനാണോ പോയത്? യെസ്, കറക്റ്റ്. നെക്സ്റ്റ് വൺ സർദാർ ഹാത്തി ചൂത് സെ അലഗ് ചലാ ഗയ. സർദാർ ഹാത്തി ഈ കുടുംബത്തിൽ നിന്ന് അലഗാണോ പോയത്? അല്ല അല്ലേ. ആദ്യം അദ്ദേഹം എല്ലാം നോക്കി വന്നു, പിന്നെ അതിനൊപ്പമാണല്ലേ, അതിൻ്റെ മുമ്പ് ഈ കുലത്തെ നയിച്ചു കൊണ്ടാണ് പോയത്. അപ്പോൾ അത് ഇൻകറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രേഖാങ്കിത് അംശ് പഠ് ധ്യാൻ ദേ. അപ്പോൾ ഇവിടെ നോക്കിയേ, കേരൾ ഓർ തമിഴ്നാടു കി സീമ പർ ബസെ ജംഗിൽ കി ഭാത് അല്ലേ. അപ്പോൾ ഓർ എന്ന രേഖാങ്കിത് അംശ്. ഓക്കെ, ഹാത്തിനി ഓർ ഉസ്കാ ബഡാ ബച്ച ആസാനി സെ ഡിവൈഡർ പാർ. അപ്പോൾ ഈ ഓറിൻ്റെ മീനിങ് എന്താണ്? കേരളവും തമിഴ്നാടു കി സീമാ പർ അല്ലേ, കേരളത്തിൻ്റെയും തമിഴ്നാടുവിൻ്റെയും അതിർത്തിയിലായിട്ട് അങ്ങനെ. പിന്നെ ഹാത്തിനി ഓർ ഉസ്കാ ബഡാ ബച്ച ആനയും അതിൻ്റെ കുട്ടികളും അല്ലേ, ആസാനി സെ ഡിവൈഡർ പാർ കിയ. നെക്സ്റ്റ് നോക്കാം. ചിത്ര ദേഖോ നമൂനെ കെ അനുസാർ സൂചനാപട്ട് തയ്യാർ കറോ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൂചനാപട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ചിത്രങ്ങളും നിങ്ങൾ ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, ആനയും ഒരു ആനക്കുട്ടിയുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, സാവധാൻ ഹാത്തിയോം കെ സഡക് പാർ കർനെ കി ജഗഹ് ഹേ. അപ്പം സാവധാൻ മെല്ലെ അല്ലേ, സവകാർ. ഹാത്തിയോം കെ ആനകൾ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇത് ആനകൾ റോഡ് മുറിച്ച് കിടക്കുന്ന വനത്തിൻ്റെ പ്രദേശത്തായിരിക്കാം അല്ലേ ഇത് എഴുതിയിട്ടുണ്ടാവുക, ഈ ഒരു സൂചനാപഠം. ഇനി അടുത്ത് നോക്കിയേ. ഓക്കെ, ഇവിടുത്തെ രണ്ടാമത്തെ സൂചനാമോട് നോക്കിയേ, എന്താണ് അതിൻ്റെ മീനിങ്? ഇവിടെ തീ കൊളുത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ അതൊരു മുന്നറിയിപ്പ് ബോർഡാണ്. അതെങ്ങനെ പറയാം നമുക്ക്? ചേതാവ്നി യഹാം ആഗ് ചലാന സഖ്ത് മനാ ഹേ അല്ലേ. തീ കൊളുത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്താ പറയുക? യഹാം കച്ചറ ഓർ പ്ലാസ്റ്റിക് ഫേക്ന മനാഹെ അല്ലേ, അതൊക്കെ വലിച്ചെറിയുന്നത് നിരോധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് എന്താ ഇവിടെ കാണുന്നത്? മൃഗങ്ങൾക്ക് ആഹാരം നൽകുന്നത് തടയുന്നു അല്ലേ, അങ്ങനെ ഒരു ബോർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തത് ഇവിടെ ഒരു ഭാഗത്ത് വൺ വേ മാത്രമാണ് അല്ലേ ഉള്ളത്. ഹാം ഏക് തരഫ് കി മാർഗ് ഹെ
नेक्स्ट नोकिए विवरण तैयार करो. अपने भी यात्रा के दौरान ऐसे कई दृश्य देखे होंगे. ऐसे किसी ദൃശ്യ का വിവരൺ തയ്യാർ കരോ. അപ്പോൾ ഇവിടെ ഈ ആനകളെ കുറിച്ച് വിവരണം കൊടുത്തിട്ട് അതേപോലെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദൃശ്യം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിവരണം തയ്യാർ കീജിയെ. ഓക്കെ, അപ്പോൾ ആ വിവരണത്തിൽ എന്തൊക്കെ വേണം? ശീർഷക് ലിഖാ ഹെ അല്ലേ, शीर्षकम, പിന്നെ സ്ഥാൻ കാ ഉല്ലോക്, ഘടന കാ വർണ്ണൻ, ജഗഹ കി വിശേഷത ലിഖി ഹെ. മെൻഷൻ ദ ലൊക്കേഷൻ, ഏത് എവിടെയാണ് നിങ്ങൾക്കത് കണ്ടത്. പിന്നെ വർണ്ണൻ, അതിൻ്റെ വർണ്ണിക്കാനാണ്, നിങ്ങൾ കണ്ട കാഴ്ചയെ വർണ്ണിക്കണം. പിന്നെ ജഗയ്ക്ക് വിശേഷതാം അല്ലേ, അതിൻ്റെ അവിടുത്തെ വിശേഷതകളൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ പെഹച്ചാനെ ലിഖോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 അല്ലേ. അപ്പോൾ അതിലെല്ലാത്തിലേക്കും സൗ ചേർത്താൽ എന്തായി? 100 100 ആയി അല്ലേ. 200 200. അപ്പോൾ എങ്ങനെ? 300 300, 400 400, 500 500, 600 600, 700 700, 800 800, 900 900. അപ്പോൾ 10 പക്ഷേ നമ്മൾ പിന്നെ 1000 എന്ന് പറയില്ല അല്ലേ, 1000. ഹസാർ എന്ന് വെച്ചാൽ 1000 ആണ്, 1000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. 1 മുതൽ 10 വരെ പഠിച്ചിട്ട് ഒരു 100 കൂടി ചേർത്താലായി അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.